ആദ്യം തന്നെ ഒരു ചോദ്യം. ഏത് നിയമപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ PM ആവാസ് യോജന പ്രകാരമുള്ള വീടുകളിൽ വെക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പം മുറവിളി കൂട്ടുന്ന ശിവൻകുട്ടി അടക്കമുള്ള ആരെങ്കിലും പറഞ്ഞു തന്നാൽ മതി. അതെ, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ വലിയൊരു രാഷ്ട്രീയ പോര് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. UDF സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനെയും മറ്റ് UDF മന്ത്രിമാരെയും രൂക്ഷമായി വിമർശിച്ച് മുൻമന്ത്രി ശിവൻകുട്ടി ഇട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഭരണം പോയതിന്റെ നിരാശയിൽ സഖാക്കൾ എന്തൊക്കെയായി വിളിച്ചു പോകുന്നത്? പുതിയ സർക്കാരിനെതിരെ ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്ന ഈ കപട രാഷ്ട്രീയ നാടകത്തിന്റെ അണിയറ കഥകൾ ഓരോന്നോരോന്നായി നമ്മൾ ഇന്ന് പുറത്തുവിടുകയാണ്. വിഷയത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരാം. ഭരണം മാറി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതോടെ നമ്മുടെ ശിവൻകുട്ടി സഖാവിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിച്ചാൽ കൃത്യമായി കാര്യം മനസ്സിലാകും. കയ്യിലിരുന്ന ഭരണം പോയതിൻ്റെയും നിയമസഭയിൽ പോലും സീറ്റില്ലാത്തതിൻ്റെയും ആകെയായിട്ടുള്ള നിരാശയാണ് ഈ പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും ഭവന നിർമ്മാണ പദ്ധതികളെയും സംബന്ധിച്ച് മന്ത്രിമാരായ ഷാജിയും ശംസുദ്ദീനും നടത്തിയ പ്രസ്താവനകൾ അങ്ങേയറ്റം ഖേദകരവും അപലപനീയവുമാണെന്നാണ് സഖാവിന്റെ വാദം. ഇവിടെയാണ് ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്, അല്ലയോ ശിവൻകുട്ടി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലത്തിൽ തോറ്റു തൊപ്പിയോട്ട് ജനങ്ങൾ നിങ്ങളെ വീട്ടിലിരുത്തിയിട്ടും ഈ ഇമ്മാതിരി പ്രഹസനങ്ങൾ ഇറക്കാൻ എന്ത് ഉത്സാഹമാണ്? വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി സഖാവ് ഉന്നയിച്ച പഴയ വീട്ടുതർക്കത്തിലേക്ക് വരാം. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിനിടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ സമ്മാനിക്കാൻ സാധിച്ചു എന്നാണ് ശിവൻകുട്ടി അവകാശപ്പെടുന്നത്. ഒരു ഭരണാധികാരിയുടെയോ പാർട്ടി നേതാവിന്റെയോ ചിത്രം ആ വീടുകളിൽ പതിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച മാതൃകാ സർക്കാരായിരുന്നു തങ്ങളുടേത് എന്നും സഖാവ് വീമ്പ് പറയുന്നു. പക്ഷെ പുതിയ UDF സർക്കാർ വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നാണ് സഖാവിന്റെ ആക്ഷേപം. കേന്ദ്രത്തിന്റെ ലോഗോയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ ആ വീടുകൾക്ക് മുന്നിൽ നിർബന്ധപൂർവ്വം വെക്കണമെന്ന് പറയുന്നത് മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണത്രേ. ഇവിടെയാണ് നമ്മൾ വസ്തുതകൾ പരിശോധിക്കേണ്ടത്. സഖാവേ, PM ആവാസ് യോജന എന്ന കേന്ദ്ര പദ്ധതി വഴി പാവപ്പെട്ടവൻ അനുവദിക്കുന്ന പണവും വീടും നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്തു നൽകിയതാണോ? കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങി വീട് വെച്ചിട്ട് അതിൽ കേന്ദ്രത്തിന്റെ പദ്ധതി വ്യക്തമാക്കുന്ന ലോഗോ വെക്കില്ലെന്ന് ശാഠ്യം പിടിക്കുന്നത് എന്ത് ന്യായമാണ്? ഏതൊരു നിയമം അനുസരിച്ചാണ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആ വീടുകളിൽ വെക്കണമെന്ന് ആരാ പറഞ്ഞത്? പാവപ്പെട്ടവന്റെ ആത്മാഭിമാനത്തിന്റെ പേരും പറഞ്ഞ് കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സം നിൽക്കുകയും അധികാരം പോയതിന്റെ കലിപ്പ് പുതിയ സർക്കാരിന് മേൽ തീർക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ജനങ്ങൾ പാഠം പഠിപ്പിച്ചത്. അടുത്ത വൻ ആരോപണം വരുന്നത് പുതിയ വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനെതിരെയാണ്. കേന്ദ്രത്തിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതിയെക്കുറിച്ചാണ് ശിവൻകുട്ടിയുടെ വിലാപം. ഇടതുപക്ഷം അപകടം തിരിച്ചറിഞ്ഞ് മരവിപ്പിച്ച പദ്ധതിയാണിത്രേത്. നമ്മളൊക്കെ അരിയാഹാരമാണ് ശിവൻകുട്ടി കഴിക്കുന്നത്. പുതിയ UDF ഭരണത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസും അത് നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്നുവെന്നാണ് ശിവൻകുട്ടിയുടെ കണ്ടെത്തൽ. എന്നാൽ ആരാ ഒപ്പിട്ടതിനെ അംഗീകരിച്ചത് ആരാണ്? എന്നിട്ടും അത് ഒട്ടും സമ്മതിക്കാതെ ഇത്തരത്തിൽ നിന്ന് തുള്ളുന്നത് അപാര തൊലിക്കെട്ടി കൊണ്ടാണ്. BJPയുമായി UDF എന്തെങ്കിലും ഡീലൊപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. സഖാവ് ഫേസ്ബുക്കിൽ കാച്ചലാണ്. എന്തൊരു അത്ഭുതകരമായ കണ്ടെത്തൽ! ഇടതുപക്ഷം മരവിപ്പിച്ചു എന്ന് പറയുന്ന പദ്ധതികൾ പലതും സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് എത്രത്തോളം ദോഷം ചെയ്തു എന്ന് ജനങ്ങൾ കണ്ടതാണ്. ഇപ്പൊ പുതിയ സർക്കാർ വന്ന വിദ്യാഭ്യാസ മേഖലയെ ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുമേൽ BJPയുടെ ആരോപിക്കുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണ്? ഇതിനിടയിലാണ് സഖാവിന്റെ വക അടുത്ത വർഗീയ കാർഡ്. മോദിയുടെ ചിത്രം വെക്കുന്നതിനും PM ശ്രീ നടപ്പിലാക്കുന്നതിനും ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകാനാണോ ലീഗിന്റെ പുറപ്പാട് എന്നാണ് ശിവൻകുട്ടിയുടെ ചോദ്യം. VM സുധീരന്റെ നിലപാടിന്റെ മാതൃക കാണിക്കാനെങ്കിലും ലീഗ് നേതാക്കൾ തയ്യാറാകണമെന്നും സഖാവ് ഉപദേശിക്കുന്നുണ്ട്. ഇടതുപക്ഷ ഭരണകാലത്ത് എന്തിലും മുസ്ലിം വിരുദ്ധത എന്ന് ആക്രോശിച്ചവർ ഇപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നുണ്ടെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്. ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ ചോദിക്കുന്നത് കസേര പോയപ്പോൾ വർഗീയ കാർഡിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന നിങ്ങളോടാണെന്ന് മാത്രം. ഇനി സഖാവിന്റെ പോസ്റ്റിലെ അടുത്ത കോമഡി ട്രാക്കിലേക്ക് കൂടി കടക്കാം. അതായത് മദ്യനയത്തെക്കുറിച്ച് ഗൗരവകരമായ നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് ശിവൻകുട്ടി കുറ്റപ്പെടുത്തുന്നത്. മദ്യനികുതി കുറച്ച് മദ്യപാനം സാർവത്രികമാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെ നിയന്ത്രിക്കാൻ ചന്ദ്രികയിൽ ലേഖനം എഴുതിയതുകൊണ്ട് കാര്യമില്ലെന്നാണ് സഖാവിന്റെ വാദം. പുതിയ UDF മന്ത്രിസഭയിലെ ലീഗിന്റെ 5 മന്ത്രിമാർ രാജിവെക്കുമെന്ന വെല്ലുവിളിയെങ്കിലും ഉയർത്താൻ പാണക്കാട് തങ്ങൾ തയ്യാറാവണമെന്നാണ് ആവശ്യം. കേൾക്കുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇടതുപക്ഷ ഭരണകാലത്ത് ബാറുകൾക്ക് യഥേഷ്ടം അനുമതി നൽകുകയും മദ്യപാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇല്ലാത്ത വ്യാകുലതയാണ് ഇപ്പം ശിവൻകുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ വിരലിൽ എണ്ണാവുന്നത്ര ബാറുകൾ മാത്രമേ ഉള്ളൂ.
ഇന്ന് 1000-നടുത്തുള്ള ബാറുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ അവിടെയൊക്കെ മദ്യമാണോ ഒഴുകുന്നത്, അതോ വല്ല ജ്യൂസുമാണോ? എന്തായാലും ഇപ്പൊ നിലവിൽ MLA പോലും അല്ലാത്ത ശിവൻകുട്ടിക്ക് എന്ത് അവകാശമാണുള്ളത് ഇങ്ങനെയൊക്കെ വിദ്വേഷം വിളമ്പാൻ? എങ്ങനെയെങ്കിലും സമൂഹത്തിൽ വിദ്വേഷം വിതയ്ക്കുക, ജനങ്ങളെ തമ്മിലടുപ്പിക്കുക, അതിനിടയിൽ കയറി നുഴഞ്ഞു കയറി സ്വന്തം നഷ്ടപ്പെട്ട രാഷ്ട്രീയ അടിത്തറ തിരിച്ചു പിടിക്കുക. തോറ്റു തൊപ്പിയിട്ട സഖാക്കൾ ഇപ്പോൾ പയറ്റുന്ന തന്ത്രം ഇതാണ്. പക്ഷെ ഇത്തവണ അത് സ്വന്തം നെഞ്ചത്തോട്ട് തന്നെയാണ് വന്ന് പതിച്ചത്. അപ്പോൾ കാര്യങ്ങളുടെ യഥാർത്ഥ വശം ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. പുതിയ UDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ നിന്നും ജനപ്രീതിയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി ഒരു മുൻ മന്ത്രി തന്നെ നേരിട്ടിറക്കിയ പുകമറയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ എഴുതി പിടിപ്പിച്ച് വന്ന പല അബദ്ധങ്ങളും സർക്കാരിനെതിരെയുള്ള അന്ധമായ എതിർപ്പും കാരണം സൈബർ ലോകത്ത് അത് വലിയൊരു കോമഡിയായി മാറി എന്ന് മാത്രം. കേരളം ഭരിക്കുന്നത് UDF ആണോ UJP ആണോ എന്നൊക്കെ ചോദിക്കുന്ന സഖാക്കളോട് ഒന്നും പറയാനില്ല. നിങ്ങൾ നന്നാവില്ല. ജനവിധി മാനിക്കാൻ പഠിക്കുക. പ്രതിപക്ഷത്തിരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായി വരിക. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, നിങ്ങൾ ഒപ്പിട്ട, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മാത്രം അത് സമ്മതിച്ചു തരാനുള്ള മര്യാദയെങ്കിലും കാണിക്കുക. അറ്റ്ലീസ്റ്റ് ഒന്നും മിണ്ടാതെയെങ്കിലും ഇരിക്കുക. ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന UDF സർക്കാരിനോടുള്ള രാഷ്ട്രീയ അസഹിഷ്ണുത കൊണ്ടാണോ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒട്ടും മടിക്കാതെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാഷ്ട്രീയത്തിലെ ഇത്തരം ഞെട്ടിക്കുന്ന സത്യങ്ങളും മൂർച്ചയേറിയ വിശകലനങ്ങളും അറിയാൻ ഒട്ടും വൈകാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവസാനമായി ഒരു ചോദ്യം കൂടി. ശിവൻകുട്ടിയുടെ യഥാർത്ഥ അസുഖം എന്താണ്? അധികാരം പോയതിൻ്റെ വല്ല അങ്കലാപ്പുമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.